സുഹൃത്തുക്കളെ, വടുതലയിലെ കൂട്ടമരണം നടന്ന സംഭവത്തിൽ മരണത്തിന് പിന്നിൽ അശ്വതിയുടെ ഭർത്താവിന്റെ കുടുംബം എന്ന ആരോപണം ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത ഇപ്പോൾ എന്റെ മുമ്പിലേക്ക് വന്നിരിക്കുന്നു. ന്യൂസ് ടൈം വിഷൻ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പോർട്ടലിൽ നിന്നാണ് ഇങ്ങനത്തെ ഒരു വാർത്ത വന്നിരിക്കുന്നത്. ന്യൂസ് ടൈം വിഷൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇപ്പോൾ അത് കാണാൻ കഴിയുന്നില്ലായിരിക്കും. ഇതാണ് ന്യൂസ് ടൈം വിഷൻ. ഇതിൽ വന്ന ഒരു വാർത്ത ഇങ്ങനെയാണ്. അത് ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് 5 പേരാണ് ഒരു കുടുംബത്തിൽ മരിച്ചുപോയത്. 5 പേര്, 5 ആളുകളാണ് മരിച്ചുപോയത്. അതും എന്റെ സുഹൃത്തുക്കളെ, അത് ഭീകരമായ രീതിയിലാണ്. അതും അവർ താമസിച്ചിരുന്ന വീടൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകുന്ന വീടാ. ഞാനൊക്കെ ഇത് കണ്ട സമയത്ത് ഇങ്ങനൊരു ഗംഭീരമായ വീട്ടിൽ താമസിക്കുന്ന ഇവർ എന്തിന് ആത്മഹത്യ ചെയ്യണം? അസാരം പണം ഉണ്ടാവില്ലേ എന്നൊക്കെ അന്വേഷിക്കുമ്പോഴാണ് ഇവരെ ഭർത്താവ് തൊട്ടു മുമ്പേ ഒരു 8 മാസങ്ങൾക്ക് മുമ്പ് എങ്ങാണ്ട് മരിച്ചു പോയിട്ടുണ്ട് എന്നൊരു വാർത്ത കേൾക്കുന്നത്. ആ ഭർത്താവ് മരിക്കാൻ കാരണം അയാൾ കെട്ടിയ ഈ ഭാര്യയാണെന്ന് ഭർത്താവിന്റെ വീട്ടുകാര് ആരോപിച്ചതിന്റെ ഭാഗമായിട്ടാണത്രേ ഇവർ ആത്മഹത്യ ചെയ്തത്. ഇവരങ്ങ് മരിച്ചു പോവുകയാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, പിഞ്ചു കുട്ടികളെ അടക്കം ഇവര്, ഞാൻ പറയുന്നില്ല, തിരുവനന്തപുരം സ്വദേശികളാണ്. ശ്രീകുമാരി, കുമാരിയുടെ മകൾ അശ്വതി, അശ്വതിയുടെ 3 കുട്ടികൾ എന്നിവരെയാണ് വടുതലയിലെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അശ്വതിയുടെ ഭർത്താവിന്റെ ആത്മഹത്യയുടെ പേരിൽ ബന്ധുക്കൾ കുറ്റപ്പെടുത്തിയതിലുള്ള മാനസിക വിഷമമാണ് മരണകാരണമെന്നാണ് ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. അശ്വതിയുടെ ഭർത്താവ് നേരത്തെ ആത്മഹത്യ ചെയ്തിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം പരിശോധിച്ചു വരികയാണെന്ന് സെൻട്രൽ ICP പ്രേമാനന്ദ കൃഷ്ണ പോലീസ് പറയുന്നുണ്ട്. 2 മാസം മുമ്പാണ് മകന്റെ ചികിത്സയ്ക്ക് എന്ന പേരിൽ ഈ വടുത കർഷക റോഡിൽ തിരുവനന്തപുരം സ്വദേശിയായ ശ്രീകുമാരി വീട് വാടകയ്ക്കെടുത്ത്. അതാണ് ഒരു ഗംഭീര വീടും. 2 ദിവസമായി വീട്ടുകാരെ കുറിച്ച് വിവരമൊന്നുമില്ലാതായത് വിദേശത്തുള്ള വീട്ടുടമസ്ഥൻ ബന്ധുവിനോട് വീട് പരിശോധിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ശ്രീകുമാരിയെയും മകൾ അശ്വതിയെയും തൂങ്ങി മരിച്ച നിലയില്, കുട്ടികൾ കട്ടില് വിഷം കഴിച്ച നിലയിലുമായിരുന്നു. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ടെന്ന് പറയുന്നു. കൊച്ചി സെൻട്രൽ പോലീസ് അടക്കമുള്ള ആളുകളൊക്കെ വന്നിട്ട് ഇൻക്വസ്റ്റ് നടത്തിയത്. ഇനി അവര് മരിച്ചു കിടക്കുന്ന രീതികളൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇതിൽ മൂത്ത കുട്ടി എങ്ങാണ്ട് ഒരു മാനസിക വെല്ലുവിളി, മെന്റലി അത്ര സുഖമില്ലാത്തൊരു കുട്ടിയാണ്. അവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവർ വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. കുട്ടികൾക്ക് 14ഉം 5ഉം വയസ്സൊക്കെ ഉള്ള കുട്ടികളാണ്, കൊച്ചു കുട്ടികളാണ്. അവരെയാണ് അതിഭീകരമായ രീതിയിൽ കൊന്നുകളഞ്ഞിരിക്കുന്നത്. എനിക്ക് അതിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് അന്തം വിട്ടു പോയത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ കുട്ടികൾ ഇവര് മരണപ്പെടുത്തിയ രീതിയാണ്. അശ്വതി ഭർത്താവ് ഈ വീട്ടിൽ നിന്ന് കുറിപ്പൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അശ്വതിയുടെ ഭർത്താവ് ജീവനൊടുക്കിയതിന്റെ പേരിൽ ബന്ധുക്കൾ കുറ്റപ്പെടുത്തിയുള്ള മാനസിക വിഷമമാണ് മരണകാരണമെന്നാണ് കുറിപ്പിലുള്ളത്. അത്രേ ഇക്കാര്യങ്ങളൊക്കെ പരിശോധിച്ചു വരികയാണെന്ന് ഇപ്പോൾ ഇവർ പറയുന്നുണ്ട്. എന്തായാലും അയൽവാസികളൊക്കെ ഈ വാർത്തകൾ അറിയുന്നത് വാർത്താ ചാനലിൽ ഇങ്ങനത്തെ ഒരു മരണം സംഭവിച്ചു എന്നുള്ള വാർത്ത വന്നതിന് ശേഷമാണ്. അതുവരെ ഇത് അറിഞ്ഞില്ല. അതിനർത്ഥം ഇവർ പുറത്തേക്ക് ഇറങ്ങാറില്ല എന്നർത്ഥം. കുട്ടികളെ പുറത്തേക്ക് ഇറക്കാറില്ല, കളിക്കാൻ വിടാറില്ല. ഒരു വലിയ മുറ്റമുണ്ട് ആ വീട്ടിൽ. ആ മുറ്റത്തേക്ക് ആ കുട്ടികളെ കളിക്കാൻ പോലും വിടാറില്ല. അപ്പോൾ അതിഭീകരമായ രീതിയിൽ ആ ഭർത്താവിന്റെ മരണം അവരെ ബാധിച്ചിട്ടുണ്ട്, മെന്റലി അവരെ തകർത്ത് കളഞ്ഞിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ കാരണമായിട്ടായിരിക്കാം അവർ പുറത്തേക്ക് ഇറങ്ങാത്തത്. എന്തൊക്കെയായാലും അവിടെയുള്ള കൗൺസിലർ ആൽബർട്ട് അമ്പലത്തിന്റെ സഹായത്തോടെയാണ് അത്ര ഈ ഒരു വീടൊക്കെ തകർത്ത് കയറിയത്. ഉള്ളിലെ ഫാനില് തൂങ്ങി മരിച്ച നിലയിൽ, ഫാനിൽ പകുതി മുറിച്ച് നീക്കിയ നിലയിൽ ഷാൾ കെട്ടിയിരുന്നതായി പോലീസ് പറയുന്നു. അപ്പോൾ ഒരാൾ മരിച്ചതിന് ശേഷം മറ്റയാളെ മരിച്ചതായിരിക്കും. അതിനു മുമ്പ് തന്നെ കുഞ്ഞുങ്ങളൊക്കെ ഇല്ലാണ്ടാക്കിയിട്ട് അവർക്ക് നല്ല ഉടുപ്പുകൾ ഇടിയിപ്പിച്ചിട്ട്, അവർക്ക് പുത്തൻ ഉടുപ്പുകൾ ഇടിയിപ്പിച്ച് അവർക്ക് നല്ല കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് കൊടുത്തിട്ടാണ് കെടുത്തിയിരിക്കുന്നത്. എന്തൊരു ഭീകരമായ ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും ആ ഒരു സ്ത്രീ ആ ഒരു സമയത്തൊക്കെ പോയിട്ടുണ്ടാവുക എന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. കുഞ്ഞുങ്ങളെ വിഷം കൊടുത്ത് അവരെ കൊന്നുകളയുക, അവർ മരിച്ചു എന്ന് ഉറപ്പാക്കുക, അവർക്ക് നല്ല വസ്ത്രം അണിയിച്ചു കൊടുക്കുക, അവർക്ക് കൂളിംഗ് ഗ്ലാസ് ഇട്ട് കൊടുക്കുക. ഷർവാണിയൊക്കെ ധരിച്ചു കൊടുത്തിരിക്കുന്ന ഒരു കുട്ടിക്ക്. ഇത് കഴിഞ്ഞിട്ടായിരിക്കണം ആ അമ്മയും അമ്മമ്മയും കൂടിയിട്ട് ആത്മഹത്യ ചെയ്യുന്നുണ്ടായിരിക്കാം. ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് അവരുടെ ഷാളിന്റെ പകുതി മുറിച്ചെടുത്തിട്ട് അതുകൊണ്ട് തന്നെ വേറെ ആ ഒരു നിമിഷത്തിൽ അവർ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ, എൻ്റെ സുഹൃത്തുക്കളെ, എനിക്കത് പറയാൻ പോലും വയ്യ. ആത്മഹത്യ എന്ന് പറയുന്നത് ഒന്നിനും പരിഹാരമില്ലാത്ത കാര്യമാണ്.
ചില ആളുകളൊക്കെ ആത്മഹത്യ ചെയ്താൽ അത് അവർക്ക് മാത്രം അറിയുന്നൊരു കാരണമാണ്. എന്താണ് അതിന്റെ റീസൺ എന്ന് അവർക്ക് മാത്രം അറിയുന്ന ഒന്നായിരിക്കും. വേറെ ആർക്കും ഒരു പക്ഷേ ആ ഒരു കാരണം കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല. അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള ഒന്നാണ് ഈ ആത്മഹത്യ. ഭർത്താവിന്റെ ആത്മഹത്യയിൽ സ്വാഭാവികമാണ്, പിന്നെ ഭർത്താവിന്റെ കുടുംബക്കാർ മുഴുവൻ കുറ്റപ്പെടുത്തുക സ്ത്രീയായിരിക്കും. ആൾ ആത്മഹത്യ ചെയ്യാൻ പലവിധ കാരണം കൊണ്ടായിരിക്കും. ഒരാൾ ആത്മഹത്യക്ക് ഭാര്യ മാത്രം കാരണമാണെന്ന് ആരും വിചാരിക്കേണ്ട, അല്ലെങ്കിൽ ഭാര്യയാണ് കാരണം എന്ന് ആരും വിചാരിക്കേണ്ട. പല കാരണം ഉണ്ടായിരിക്കാം. അവരുടെ സാമ്പത്തിക പ്രശ്നമായിരിക്കും, ഭാര്യയോട് മറ്റും പറയാൻ പറ്റാത്ത പ്രശ്നമായിരിക്കാം, പല കാരണങ്ങളുണ്ടായിരിക്കാം. എന്നിട്ടും ഒരു കാരണം കണ്ടെത്താൻ കഴിയാതെ ഇവരെ കുറ്റപ്പെടുത്തിയതിന്റെ ഭാഗമായിട്ട് ഇപ്പം എന്തുണ്ടായേ? 5 പേര് കുഞ്ഞുങ്ങളടക്കം ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഈ പ്രേരണ കുറ്റത്തിനും കൂടിയൊക്കെ കേസെടുക്കേണ്ട അവസ്ഥയാണ്. ഇവരിങ്ങനെ ആത്മഹത്യ ചെയ്യാൻ ഈ സമയത്ത് അവരെ ചേർത്ത് പിടിക്കേണ്ടതാണ് നമ്മൾ. ആ സമയത്ത് അവർ ആത്മഹത്യയെ തള്ളി വിട്ടത് ഈ ഒരു കുറിപ്പ് പ്രകാരം അവരെ ഭർത്താവിന്റെ വീട്ടുകാരാണെങ്കിൽ ആത്മഹത്യ പ്രേരണ കുറ്റത്തിൽ അവർക്കെതിരെ കേസെടുക്കേണ്ടതാണ്, അല്ലേ? തീർച്ചയായിട്ടും. ബൈ.